അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ആശ. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു വിസയുടെ പ്രോബ്ലമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊരു വിസ ചേഞ്ച് ചെയ്യുന്നതിനായി പഴയ സ്പോൺസറുടെ അടുത്ത് നിന്ന് പുതിയ സ്പോൺസറിലേക്ക് വിസ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു ഏജൻറ്റ് വഴി ബന്ധപ്പെട്ടു. ഞാൻ ഉടമ്പടി എടുത്തത് 21/1/2023 ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് നിയോഗങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാറായപ്പോഴത്തേക്കും ഞാൻ ഈ ഏജൻറ്റ് വഴി ഈ വിസയുടെ ഇത് കൊടുത്തിട്ട് എനിക്ക് പുതിയ വിസ അടിച്ച് തന്നില്ല. ഏജൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഏജൻറ്റ് എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു. ഞാൻ പരിശുദ്ധ അമ്മയെ കൈവിടാതെ ഈശോയോടും അമ്മയോടും നിരന്തരമായി പ്രാർത്ഥിച്ച് അമ്മയുടെ ഈശോയുടെ മുൻപിൽ മുട്ടുമേ നിന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പഴയ സ്പോൺസറിൻ്റെ അടുത്ത് വീണ്ടും തന്നെ എനിക്ക് തുടരാൻ സാധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും പുതിയ സ്പോൺസറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരും പറഞ്ഞു അവർക്ക് അടിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ ക്യാൻസൽ ചെയ്യാനായിട്ട് നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്ത് പോരാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് പൈസ തരില്ല എന്ന് ഏജൻറ്റ് പറഞ്ഞു. ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഏജൻറ്റ് എനിക്ക് പൈസ തന്നു. ഞാൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്ത് തന്നു. ഞാൻ ഇവിടെ വന്നു. ഞാൻ നേരെ കൃപാസനത്തിലേക്കാണ് വന്നത്. അമ്മയുടെ അടുത്ത് വന്ന് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി ഞാൻ വന്ന് രണ്ടാമത്തെ ദിവസം എനിക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് പുതിയ വിസ എനിക്ക് തന്നു. എനിക്ക് പുതിയ വിസ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ മെഡിക്കലിന് പോയപ്പോൾ മെഡിക്കൽ എനിക്ക് അൺഫിറ്റായി. റേഡിയോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് ഒരു കഫിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം വിഷമിച്ചു. അവിടെ നിന്ന് അമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് കയറിപ്പോണം, എന്നെ കൈവിടല്ല, അമ്മയുടെ സാക്ഷിയാകാനുള്ള ആളാണ് ഞാൻ, അമ്മ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് എന്നോട് മെഡിസിൻ എടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴും വീണ്ടും റേഡിയോളജിസ്റ്റ് പറഞ്ഞു എന്തോ ചെറിയ പ്രോബ്ലം കാണുന്നുണ്ടല്ലോ, കൊറോണ വന്നതിൻ്റെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ കൊറോണ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ എന്നെ അമ്മയുടെ അടുത്ത് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ പറഞ്ഞു ഈ ലേഡിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവരെ ഫിറ്റാക്കാം, ഇവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് എൻ്റെ മെഡിക്കൽ അമ്മ വഴി എനിക്ക് അത് സാധിച്ചു കിട്ടി, ഫിറ്റായി കിട്ടി. എനിക്ക് വേറെ എൻ്റെ എമിഗ്രേഷനും എല്ലാം എനിക്ക് കഴിഞ്ഞു, ടിക്കറ്റും എല്ലാം എടുത്തു. ഞാൻ നാളെ പോവുകയാണ്, വീണ്ടും കുവൈറ്റിലേക്ക് കയറി പോവുകയാണ്. അത് എൻ്റെ ടിക്കറ്റും വിസയും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞതിൻ്റെ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എനിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ വഴിയായി എനിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ ഈ ചെസ്റ്റിൽ പുരട്ടിയിട്ടാണ് ഞാൻ ഇതിന് കയറണത്, എക്സ്റേ എടുക്കാൻ കയറണത്. അപ്പോൾ രണ്ടാമത്തെ അത് കയറിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ വഴിയാണ് എനിക്ക് ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അമ്മ എനിക്ക് സാധിച്ചു തന്നത്. പിന്നെ എനിക്ക് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയൊരു സൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് വളരെയധികം വേദനയായിരുന്നു. എനിക്കൊരു മുടി കെട്ടാനോ ഒന്നും എനിക്ക് സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ വലത് കൈ. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അമ്മയുടെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് എല്ലാ ദിവസവും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചതിൻ്റെ ഫലമായി എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ആ വേദനകളെല്ലാം മാറ്റിത്തന്നു. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ മുടി കെട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൈയുടെ വേദനകളെല്ലാം മാറ്റി തന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാൻ ഈ വന്ന സമയം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചാരിറ്റി പ്രവർത്തകരുടെ കയ്യിൽ ഫുഡിന് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആരുമില്ലാത്ത അച്ഛനമ്മമാരുടെ അടുത്ത് ഞാൻ സന്ദർശിക്കാൻ പോകും. അവരുടെയൊക്കെ ഫുഡിനുള്ളതെല്ലാം ഞാൻ കൊടുക്കും. അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് അവരുടെ സന്തോഷങ്ങളെല്ലാം അവരുടെ അടുത്ത് നിന്ന് പങ്കുവയ്ക്കും. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. 19, 25, 26 തിരുവചനങ്ങൾ. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ആശ എന്ന ഈ മകൾ തൻ്റെ വിദേശത്തുള്ള ജോലിയിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ആദ്യത്തെ ജോലിയിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു വരുവാനും അതിൻ്റെ എല്ലാ പ്രൊസീജിയറും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും
നാട്ടിൽ വന്നെത്തി മറ്റൊരു ജോലി വിദേശത്ത് കണ്ടെത്തി തിരികെ പോകുവാനാവുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ നന്ദിയാണ് പ്രധാനമായും ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ വാതിലുകളും അടയുന്നുവെന്ന് നമ്മൾ കാണുന്ന നിമിഷങ്ങളിൽ നമുക്ക് പോലും അത്ഭുതവും നമുക്ക് പോലും ആശ്വാസവും പകരും വിധം പരിശുദ്ധമ്മ മാധ്യസ്ഥം വഹിക്കുകയും എത്ര കഠിന ഹൃദയരെയും എത്ര കണ്ട് കാർക്കശ്യം കൊണ്ട് നമ്മളോട് മുഖം തിരിക്കുന്നവരെയും നമുക്ക് വേണ്ടി അനുകൂലമാക്കുന്ന പരിശുദ്ധമ്മയുടെ വലിയ സവിശേഷതയും സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് മകൾ വാക്കുകളിലൂടെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.